ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഹെൽത്തി ലഡ്ഡു, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡ്ഡു. അത് ഞാൻ ബെല്ലോ പഞ്ചസാരയോ അല്ല, ആ സീഡ്സ് എല്ലാം ഞാൻ ഫ്രൈ ആക്കുമ്പോഴേക്ക് നെയ്യോ ഒന്നും ഞാൻ ചേർക്കാതെ കണ്ട് തന്നെ ഈ സീഡ്സ് എല്ലാം ഞാനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം. അതിന് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ്: ഒരു കപ്പ് ബാദാം, ഒരു 3/4 കപ്പ് അണ്ടിപ്പരിപ്പ്, ഒരു അരക്കപ്പ് സൺഫ്ലവറിൻ്റെത്, ഒരു അരക്കപ്പ് പംകിൻ സീഡ്സ്, ഒരു അരക്കപ്പ് വാട്ടർമെലൺ സീഡ്സ്, ഒരു അരക്കപ്പ് പിസ്ത, അരക്കപ്പ് വാൾനട്ട്, അത്തിപ്പഴം ഫിഗ്, ഇതൊരു 5-6 എണ്ണം, ഒരു അരക്കപ്പ് ഉണക്കമുന്തിരിങ്ങ, ഒരു 1/2 കിലോ ഈത്തപ്പഴം. എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ കുറച്ച് ചെറിയ ചെറിയ കഷ്ണം പോലെ പൊടിയാക്കിയിട്ട് ഈ ഈത്തപ്പഴത്തിനെ കൊണ്ടാണ് നമ്മൾ ഈ ലഡ്ഡു ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ഈത്തപ്പഴം കുറച്ച് കൂടുതൽ തന്നെ നമുക്ക് വേണ്ടി വരും. എന്നാൽ ഞാൻ ഈ സീഡ്സിനെല്ലാം ഒന്ന് ചെറുങ്ങനെ വെച്ചിട്ട് സ്റ്റൗ ചെറുതായി കത്തിച്ചിട്ട് ഒന്നിത് ഞാൻ വറുത്തിട്ടെല്ലാം എടുക്കട്ടെ. ഇതാ, നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിനെ എല്ലാം നന്നായിട്ട് ചെറിയ സ്റ്റൗവിലൊക്കെ വെച്ചിട്ട് എല്ലാം നന്നായിട്ട് വറുത്തെടുത്തു. ബാദാമിനെയും അണ്ടിപ്പരിപ്പ്, സൺഫ്ലവറിൻ്റെ സീഡ്സ്, ഇതാ വാട്ടർമെലൺ സീഡ്സ്, എല്ലാ സീഡ്സിനും നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തു. അതേപോലെ നമ്മൾ 1/2 കിലോ ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള വിത്തെല്ലാം എടുത്ത് നന്നായിട്ട് ചെറുങ്ങനെ കഷ്ണം കഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ വൃത്തിയാക്കിയെടുത്തു. ഈ ഈത്തപ്പഴം നല്ല പഴുത്ത ഈത്തപ്പഴം, അതുകൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് നല്ലൊരു പേസ്റ്റ് പോലെ ഈത്തപ്പഴത്തിൻ്റെ വിത്തെല്ലാം എടുത്തിട്ട് ചെറുങ്ങനെ കട്ടാക്കി ഞാനിങ്ങനെ പ്രസ്സാക്കുമ്പോഴൊക്കെ തന്നെ നല്ലൊരു പേസ്റ്റ് പോലെ തന്നെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേക്ക് ഇതേപോലത്തെ ഈത്തപ്പഴം കിട്ടുകയാണെങ്കിൽ ഇതേപോലത്തെ തന്നെ വാങ്ങിയിട്ട് നിങ്ങൾ ഈ ലഡ്ഡു ഉണ്ടാക്കി നോക്കണം. ഇത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സീഡ്സിനെല്ലാം നമ്മൾ ഒരിക്കൽ മിക്സിയിലിട്ടിട്ട് കുറച്ച് പച്ച പോലെയാക്കിയിട്ട് നമുക്കൊരു തിരിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അത് നല്ലൊരു കുറച്ചൊരു കഷ്ണവും കുറച്ച് പൊടിയും അതുപോലെ മിക്സ് ആയിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഈത്തപ്പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് കുറച്ച് കട്ടിയുള്ള ഈത്തപ്പഴം ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പകുതി സീഡ്സിൻ്റെ കുറച്ച് പൊടിയും ആ ഈത്തപ്പഴം നന്നായിട്ട് കട്ടാക്കിയിട്ട് ആ മിക്സിയിലിട്ടിട്ട് രണ്ടും കൂടി ഒന്ന് തിരിച്ചിട്ട് എടുത്താൽ കുറച്ച് നന്നായിട്ട് തന്നെ ഇതുപോലെ പേസ്റ്റ് ആവും. പക്ഷെ ബാക്കി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കുറച്ച് കഷ്ണമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് അങ്ങനെ വെക്കണം. കുറച്ച് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഈത്തപ്പഴത്തിൻ്റെ ഒപ്പം പൊടിയാക്കിയിട്ട് എടുക്കണം. അതല്ല പിന്നെയോ നിങ്ങൾക്കത് ആക്കാൻ വേണ്ടി ഇതുപോലെ പേസ്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ഡേറ്റ്സിനെ ചെറുങ്ങനെ മുറിച്ചിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് ഒരു 2 മിനിറ്റ് ചൂടാക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇതുപോലെയുള്ള പേസ്റ്റ് തന്നെ ആവുകയും ചെയ്യും. അതുകൊണ്ട് ആയത്ര നല്ല പഴുത്ത ഈത്തപ്പഴം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്ക്. എന്നിട്ട് നിങ്ങൾ ഈ ലഡ്ഡു ഉണ്ടാക്കി നോക്കണം. എന്നാൽ പിന്നെ നമ്മൾ ഈ സീഡ്സിനെല്ലാം ഒന്ന് ചെറുങ്ങനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് തിരിച്ചിട്ട് ഞാനൊന്ന് എടുക്കട്ടെ. ഇതാ, നമ്മൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സീഡ്സിനും മിക്സിയിലിട്ടു. അതിൻ്റെ കൂടെ നമ്മൾ ഫിഗ് അത്തിപ്പഴം ഇട്ടു. അതേപോലെ ഉണക്കമുന്തിരിങ്ങ നമ്മൾ അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തു. വാൾനട്ടും ചേർത്ത് കൊടുത്തു. എല്ലാം ചേർത്തിട്ട് നമ്മളൊരു മിക്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിങ്ങനെ കുറച്ച് കഷ്ണം പോലെ എടുത്തു. വേറൊരു വെള്ളൊരു പാത്രത്തിൽ അത് ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ കാണിച്ചു തന്നെ ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റും അതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കണം. ഇതാ, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ വലിയ ഒരു ഉണ്ട നമ്മൾക്ക് റെഡിയായി. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളെ സൈസ് പോലെ നമുക്ക് എത്ര സൈസ് വേണം എന്നുള്ളത് നോക്കിയിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് എടുത്തിട്ട് ചെറിയ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡു ആക്കിയിട്ട് എടുക്കാം. ഇതാ, ഈ സൈസിലുള്ള ലഡു ആക്കിയിട്ട് നമ്മളിതെല്ലാം ചെറുങ്ങനെ എനിക്ക് ഈ സൈസിലാണ് ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞപ്പം ഈ സൈസിലെ ഒരു ലഡു ഞാൻ ദിവസം കഴിക്കാറുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡു നല്ല ഹെൽത്തി ലഡുവാണിത്. വയസ്സ് കൂടിക്കൊണ്ട് പോകുന്നവർക്ക് നല്ല കാൽഷ്യം, പ്രോട്ടീൻ എല്ലാം ഇതിൻ്റെ അകത്ത് നന്നായിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്തുള്ള സീഡ്സുകളെല്ലാം നല്ല പ്രോട്ടീൻ സീഡ്സുകളല്ലേ ഇതിൻ്റെ അകത്തുള്ളത്. അതേപോലെ ഈത്തപ്പഴം, ബാദാം, കാജു, അണ്ടിപ്പരിപ്പ്, നമ്മളെ സൈസിനനുസരിച്ചിട്ടുള്ള ലഡുവിൻ്റെ ഉണ്ട
നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഈ സൈസ് മാതിരി നമ്മളെല്ലാ ലഡുവിനെയും ഉണ്ടാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇതാ നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡു റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ നെയ്യോ തേനോ വെല്ലം പഞ്ചസാര ഒന്നും ഉപയോഗിക്കാതെ കണ്ട് വെറും നല്ല പഴുത്ത ഈത്തപ്പഴത്തിനെ കൊണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് നിങ്ങൾ ഈ ലഡുവിനെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഞാനൊന്ന് ഈ ലഡുവിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡു നന്നായിട്ടുണ്ട്. ഓരോ ദിവസം ഈ ഓരോ ഉണ്ട നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തിന് വളരെ നല്ല ലഡുവാണിത്. അതുകൊണ്ട് എല്ലാവരും ഈ ലഡുവിനെ ഈത്തപ്പഴത്തിനെ കൊണ്ട് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ. ബൈ.